ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ നാട്ടിൽ എത്തിയതിന് ശേഷം ഇതൊരു ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇന്ന് നമുക്ക് ചെറിയൊരു എൻഗേജ്മെൻറ്റ് ഫങ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം നാട്ടിൽ വന്നൊരു കല്യാണം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊന്ന് കൂടാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമുക്കൊന്ന് റെഡി ആവാനും പുതിയ ഡ്രസ്സ് ഇടാനും മേക്കപ്പ് ചെയ്യാനൊക്കെ കിട്ടിയ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യാറില്ല. അപ്പോൾ അതിന് റെഡി ആവണം. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതുപോലെ കുറേ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നോക്കി ഇതിൻ്റെ കുട്ടികളെ പോലെ നോക്കുന്നത് അമ്മയാണ്. ഇതിനെല്ലാം നമ്മുടെ റോസാപ്പൂ ചെടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അമ്മ. അമ്മയുടെ ഈ ഗാർഡൻ ഒക്കെ എല്ലാം എന്താ പറയുക, കുട്ടികളെക്കാളും നന്നായിട്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂ ഇത്രയും വിരിഞ്ഞതിൻ്റെ ഒരു ക്രെഡിറ്റ് അമ്മയ്ക്ക് വേണം കൊടുക്കാൻ. അപ്പോൾ ഇനി മെല്ലെ പോയി ഒന്ന് റെഡി ആവണം. സാനമോൾ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ സാനമോൾ എണീക്കണതിന് മുന്നേ ഞാൻ കുളിച്ച് കുറച്ചൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ നടക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. സാധനവും ഉപ്പുമാവ് കഴിക്കില്ല. അപ്പോൾ അത് കാരണം വേഗം തന്നെ ഒരു നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് മൈക്രോവേവിൽ വെച്ചിട്ട് വേഗം കുറച്ച് നൂഡിൽസ് അവൾക്ക് വേണ്ടി റെഡിയാക്കി. അപ്പോൾ ഇതേ ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ അമ്മ ലെമൺ ടീ വെച്ചിട്ടുണ്ട്. ഇതേ ഉപ്പുമാവും റെഡിയാണ്. ഉപ്പുമാവും പഴമാണ്. അപ്പോൾ സാനമോളുടെ നൂഡിൽസും റെഡിയായി. സാനമോളും കുളിച്ചു. ഇനി മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള സദ്യയൊക്കെ കഴിക്കണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് സാധനമുള്ളൊരു വൈറ്റ് കളർ ഒരു ഫ്രോക്കാണ് ഇടുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഇയറിങ്സ് കുറച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇയറിങ്സൊക്കെ ഒരു ഫ്രണ്ട് സാധനമോൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതുപോലത്തെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ ഇടാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് അവൾ ഇഷ്ടമുള്ള ഒരു കമ്മൽ സെലക്ട് ചെയ്തിട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കമ്മലുകളുടെ ഇതൊക്കെ ഡിസൈനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു കമ്മലാണ് അവൾ ഇട്ടത്. അപ്പോൾ അതിൽ ആ ഒരു വൈറ്റ് പേളൊക്കെ ഉള്ള കാരണം അവളുടെ വൈറ്റ് ഡ്രസ്സിന് മാച്ചാവും. അപ്പോൾ ഞാനും ഇത് എൻ്റെ ഡ്രസ്സ് ഇതാണ്. ഞാനും റെഡിയായി. കമ്മലും ഇതെല്ലാം ഇട്ട് മേക്കപ്പ് എല്ലാം ഒരുവിധം കഴിഞ്ഞു. അധികം കുറച്ച് മേക്കപ്പ് ഓവറാക്കിയില്ല, കുറച്ച് ലൈറ്റായിട്ട് തന്നെയാണ് മേക്കപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാനമോളും റെഡിയായി. ഇതാണ് സാനമോളുടെ വൈറ്റ് കളർ ഡ്രസ്സ്, ഹെയർ സ്റ്റൈൽ. ഈ ഒരു ക്ലിപ്പ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഞാൻ തേമൂന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ക്ലിപ്പ് കുത്തിയിട്ട് തന്നെ സാനമോൾക്ക് ഹെയർ സ്റ്റൈലും റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ബാക്കിയുള്ളത് ലിപ്സ്റ്റിക്കും കൂടിയും ഇടാനാണ്. അപ്പോൾ ഇത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിന് എന്തോ നമ്പർ 6 എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുറച്ച് ഡാർക്കായ കാരണം തന്നെ അധികം ഇട്ടില്ല. ലിപ്സിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന്. അപ്പോൾ അത് തന്നെ നല്ല ഡാർക്ക് ആയിരുന്നു. ഇതും കൂടി ഇട്ടപ്പോൾ ശരിയായി. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ മുന്നേ ഞാൻ ലിപ് ബാമും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലേ ആ ലിപ്സ്റ്റിക്ക് ഇടാൻ കറക്റ്റ് ലിപ്പൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഫുള്ള് റെഡിയായി. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഒരു ഫുള്ള് ലുക്കാണിത്. അപ്പോൾ അതേ അമ്മ റെഡിയായി. നമ്മുടെ സാരിയാണിത്. ഇത് സാരിയുടെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പിന്നെ അച്ഛനൊന്ന് റെഡിയായി. അച്ഛൻ ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടാണ്. സാനമോൾ ഇന്ന് റെഡിയായി. സാനമോളുടെ ഉടുപ്പ് ഞാൻ കാണിച്ചു. ഇത് ഞാൻ അവിടെ ദുബായിൽ സ്പ്ലാഷിൽ നിന്ന് എടുത്തതാണ് ഈ വൈറ്റ് കളർ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇനി ഇറങ്ങേ ബാക്കിയുള്ളൂ.
അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ദൂരമുണ്ട് നിശ്ചയം നടക്കുന്ന സ്ഥലം. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് പടിഞ്ഞാറങ്ങാടി എന്ന് പറയും. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് സ്രായിൽ കടവ്. അപ്പോൾ ഇത് രണ്ട് സൈഡും ഫുള്ള് പാടാണ്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പാടത്ത് ഫുള്ള് വെള്ളവും ഇതൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി ഒരു 2-3 മാസത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ പാടത്ത് വെള്ളമൊക്കെ ഉള്ള കാരണം ബോട്ട് സർവീസ്, അതായത് ചെറിയൊരു ടൂറിസം ഇതുപോലെ തുടങ്ങാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കടകളും ചായക്കട, ചെറിയ സ്നാക്ക് ഷോപ്പൊക്കെ ആയിട്ടും ഉണ്ട്. നിശ്ചയത്തിനെത്തി. എനിക്ക് അവിടെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു. അത് കാരണം നേരെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ വന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇതുപോലൊരു ഫംഗ്ഷന് സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സാധനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പായസവും പാൽപ്പായസവും ഇതൊക്കെ കൂട്ടി സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. എല്ലാവരും നന്നായിട്ട് പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച കാരണം നന്നായിട്ട് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഉറങ്ങി. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് ദുബായി പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മുറുക്ക് ഉണ്ടാക്കാൻ എൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ അമ്മ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ ഉഴുന്ന് വേവിച്ചിട്ടാണ് മുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നിന് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ അതിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. വേവിച്ചെടുത്തതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം ആ ഉഴുന്ന് ഇതുപോലെ അരച്ചെടുത്തു. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാതെ ആണ്. ഓൾറെഡി ആ ഉഴുന്നിലുള്ള കുക്കറിൽ ഉള്ള വെള്ളം വെച്ചിട്ട് അതേ തന്നെയാണ്, എക്സ്ട്രാ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ, അതായത് 1 ഗ്ലാസ് ഉഴുന്നിന് 4 ഗ്ലാസ് പത്തിരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ മുറുക്ക് അച്ചിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിലോ ഒരു ഇലയിലോ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് ആ ഷേപ്പിൽ വട്ടത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഉഴുന്ന് അത് മാവ് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകം അല്ലെങ്കിൽ അയമോദകം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുഴയ്ക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാണ് മുറുക്ക് ഇവിടെ റെഡിയായി. കുറച്ച് അധികം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് കൊണ്ടുപോകാനും പിന്നെ ചേച്ചിക്ക് കൊടുക്കാനൊക്കെ മുറുക്ക് ഇവിടെ റെഡിയായി. മുറുക്കുണ്ടാക്കി ഒരു 2-3 മുറുക്ക് കഴിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ട്യൂഷൻ എടുക്കാനുള്ള സമയമായി. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഞാനിവിടെ ലീവിന് വന്നാലും ഇവിടെ സ്കൂളൊക്കെ തുറന്ന കാരണം ഇവിടെ നാട്ടിലെ കുറച്ച് കുട്ടികൾക്കാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ നാട്ടിലെ സ്കൂളിൽ ലീവൊന്നും ഇല്ലാത്ത കാരണം ട്യൂഷൻ എന്തായാലും അത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഷെഡ്യൂൾ മിസ്സാവാതെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ട്യൂഷൻ ഒരു മണിക്കൂർ ട്യൂഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും, കാരണം അവിടെ മുറുക്ക് വെയിറ്റിംഗ് ആണ്. ഇനി മുറുക്കും ചായയും കൂടിയിട്ട് വൈകുന്നേരം ചായ കുടിക്കാനുള്ള സമയമല്ലേ, അപ്പോൾ വേഗം ട്യൂഷൻ തീർക്കണം. ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ അമ്മ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലെമൺ ടീ ആണ് ഇവിടെ സ്ഥിരം, ഞങ്ങളുടെ ഫേവററ്റ് ലെമൺ ടീ ആണ്. അച്ഛനുണ്ട്, സാധനമോളും ഉണ്ട്. അപ്പോൾ ചായയും ലെമൺ ടീയും കൂടിയും മുറുക്കും ലെമൺ ടീയും കൂടിയും കുടിക്കുക. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറയണം. ഇപ്പോൾ മുറുക്കോ എന്തായാലും അത് മുറുക്കോ ചിപ്സോ എന്താണെങ്കിലും അത് ചായയിലൊന്ന് മുക്കിയിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുറുക്കും ചായയും കൂടി ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണെന്നൊന്ന് കമൻസിൽ ഒന്ന് പറയണം. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതുപോലെ സിറ്റ് ഔട്ടിലിരുന്ന് ഒന്ന് വർത്തമാനം പറയുന്നത് മിസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ മെയിനായിട്ടും ഇത് എന്താ പറയുക, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഇതൊരു റൊട്ടീനായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ അതേ ചെറുതായിട്ടൊരു മഴ ചാറലൊക്കെ കാണാണ്ട്. ഇന്ന് വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ മോന് വരുന്നുണ്ട്. ചേച്ചിയുടെ മോന് കോയമ്പത്തൂർ പഠിക്കുകയാണ്, കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം അവനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ കാണാനായിട്ടാണ് അവൻ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവൻ വരാൻ എങ്ങനെയും രാത്രി 1 മണിയൊക്കെ ആവും.
അപ്പോൾ അതേ ഒരു 11 ആകുമ്പോൾ 11:30 ഇപ്പോൾ അച്ഛൻ അവനെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അവന് വീട്ടിലെത്താൻ എങ്ങനെയായാലും ഒരു 1 മണി ഒക്കെ ആവും. കാരണം നേരെ കോയമ്പത്തൂരിൽ നിന്ന് അവൻ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അവൻ വരുന്നവരെ സാനുമോൾ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതങ്ങനെ സാനുമോളുടെ ചേട്ടനെത്തി. ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ തന്നെ അതേ 1 മണി 1:30 അപ്പോൾ ഇതുവരെ അവൾ ഉറങ്ങാതെ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു.